ഓഹോ, എത്ര സുന്ദരം! ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ. സ്പേസ് സ്റ്റേഷനിലിരുന്ന് ശുഭാംശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞു, 140 കോടി ജനങ്ങളുടെ അഭിമാനവും ആവേശവുമാണ് താങ്കൾ. ബഹിരാകാശത്തിൽ ദേശീയ പതാക പാറിച്ചതിൽ അഭിനന്ദനങ്ങളെന്ന് മോദിയുടെ മറുപടി. शुभांशु नमस्कार। आप आज मातृभूमि से नमस्कार। भारत भूमि से सबसे दूर है, लेकिन भारतवासियों के दिलों के सबसे करीब है। आपके नाम में भी शुभ है और आपकी यात्रा नए युग का शुभ आरंभ भी है. ബഹിരാകാശ നിലയത്തിലെത്തിയതിന്റെ രണ്ടാം നാൾ പ്രധാനമന്ത്രിയുമായി വീഡിയോ സ്ട്രീമിംഗിലായിരുന്നു ശുഭാംശു പ്രധാനമന്ത്രിയോട് സംസാരിച്ചത്. ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഹവായിയുടെ മുകളിലാണ്. അതിർത്തികളില്ല, രാജ്യങ്ങളില്ല, ഭൂമി ഒന്നാണെന്ന് തോന്നും. അങ്ങയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ നിരവധി അവസരങ്ങൾ കിട്ടുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിൽ അഭിമാനം തോന്നുന്നുവെന്നും ശുഭാംശു പറഞ്ഞു. താങ്കളിപ്പോൾ ജന്മനാട്ടിൽ നിന്ന് ഏറെ അകലെയാണ്, എന്നാൽ മുഴുവൻ ഭാരതീയരുടെയും ഹൃദയത്തിലുണ്ടെന്ന് മോദി ഓർമ്മിപ്പിച്ചു. ശുഭം എന്നത് താങ്കളുടെ പേരിലുണ്ട്. താങ്കളുടെ യാത്ര പുതിയ യുഗത്തിന്റെ ശുഭാരംഭം കൂടിയാണ്. ഈ സമയം നമ്മൾ രണ്ടുപേരും മാത്രമാണ് സംസാരിക്കുന്നെങ്കിലും എൻ്റെ ശബ്ദത്തിൽ എല്ലാ ഇന്ത്യക്കാരുടെയും ആവേശമുണ്ടെന്ന് മോദി പറഞ്ഞു. യുവാക്കൾക്ക് എന്ത് സന്ദേശം നൽകുന്നു എന്ന ചോദ്യത്തിന് വലിയ സ്വപ്നങ്ങൾ കാണണം. വിജയത്തിലേക്ക് ഒന്നല്ല, പല വഴികളുണ്ട്. പരിശ്രമം തുടരണം. ചന്ദ്രയാന്റെ വിജയത്തോടൊപ്പം യുവജനങ്ങളുടെ പ്രതീക്ഷ വലിയ രീതിയിൽ ഉയർന്നു. സ്പേസ് സ്റ്റേഷൻ യാത്രയോടത് കൂടുതൽ വർദ്ധിച്ചു. ഭാവി പരീക്ഷണങ്ങൾക്കും ഇത് വലിയ പ്രചോദനമാകും എന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി.